ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ലക്കിടി നെല്ലിക്കുറിശി സ്കൂളിലെ വാർഷികാഘോഷം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നെല്ലിക്കുറിശി സർക്കാർ ഹൈസ്കൂൾ വാർഷികാഘോഷവും ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രമീള ടീച്ചർക്കുള്ള യാത്രയപ്പ് യോഗവും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നിശ്ചയമായും പ്രമീള ടീച്ചർക്ക് ശിഷ്ടജീവിതം, ഒരുപക്ഷെ ടീച്ചർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഇടപെടാനുള്ള അവസരമായി മാറട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ നേർന്നുകൊണ്ട് വാർഷികാഘോഷവും നെല്ലിക്കുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 18 വർഷത്തോളം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള പ്രമീളകുമാരി ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും വളരെ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സേവനത്തിൽ നിന്നും വിരമിക്കുന്ന പ്രമീള ടീച്ചറെ ചടങ്ങിൽ വെച്ച് MLA ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M രാമകൃഷ്ണൻ നിർവഹിച്ചു. ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K കുമാരി ദേവി, വാർഡ് മെമ്പർമാരായ കൃഷ്ണകുമാരി, ഉണ്ണികൃഷ്ണൻ, ഒറ്റപ്പാലം AEO സത്യപാലൻ, BRC ട്രെയിനർ വെങ്കടേശ്വരൻ, PTA പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, വൈസ് പ്രസിഡന്റ് AK പ്രഭാഷ്, SMC പ്രസിഡന്റ് P ഗോവിന്ദൻ, MPTA പ്രസിഡന്റ് ഷെമീന, സ്റ്റാഫ് സെക്രട്ടറി P രാമചന്ദ്രൻ, AK രാമൻ, സ്കൂൾ ലീഡർ കുമാരി, AP നന്ദന എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ചടങ്ങിൽ പ്രമീള ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. പ്രധാനാധ്യാപകൻ K ശിവദാസൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KM ശിവദാസ് നന്ദി അറിയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വിരമിക്കുന്ന അംഗൻവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അംഗൻവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ജീവിക്കാനുള്ളൊരു വേദന പറയാം. ആ നിലയിൽ സേവനം നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ സേവനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 35 കൊല്ലക്കാലം സേവനം നടത്തിയിട്ടുണ്ട്. 4 ടീച്ചർമാരാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഈ മാസം 30-ാം തീയതി നാളെ ഞായറാഴ്ചയാണ് ഇന്നലെ ഒരു യാത്രയ്ക്ക് വെക്കണമെന്ന് തീരുമാനിച്ചു. അംഗൻവാടി വർക്കേഴ്സ് യൂണിയനാണ് പഞ്ചായത്ത് തലത്തിലുള്ള ഈ യാത്രയ്ക്ക്. ആ നിലയിൽ ഈ യാത്രയ്ക്ക് യോഗത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ വിശുദ്ധ അവർ 4 പേരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ റിട്ടയർഡായി ഇനി വീട്ടിൽ ഒതുങ്ങിക്കൊള്ളുന്നവരാണ് എന്നതാണ് എല്ലാ പ്രശ്നവും. മറിച്ച് ഇന്ന് നമ്മുടെ സാമൂഹ്യ രംഗത്ത് എല്ലാ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനം ആവശ്യമായിട്ടുള്ളൊരു കാലമാണ്. എത്ര സമയം സാമൂഹ്യ പ്രവർത്തനം നടത്തിയത് പോരാണ്ടതിനൊരു കാലം. അതുകൊണ്ട് റിട്ടയർമെന്റ് ജീവിതം വിശ്രമത്തോടുകൂടി ആവട്ടെ എന്നല്ല ഞാൻ പറയുന്നത്. കൂടുതൽ സജീവതയോടുകൂടി ഈ സാമൂഹ്യ രംഗത്ത് അവർക്ക് നിറഞ്ഞു നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 4 ടീച്ചർമാർ യാത്രയുടെ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും വഴിയോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാണിയംകുളം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഭാസ്കരൻ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു.
അംഗൻവാടി പ്രവർത്തകരായ കെ ശോഭന, കെ വസന്തകുമാരി, എം അംബുജം, എം ശാന്തകുമാരി തുടങ്ങിയവർക്കാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വയോജനക്ഷേമം പദ്ധതിയുടെ ഭാഗമായി കട്ടിൽ വിതരണം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥയായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നിർവഹണ ഉദ്യോഗസ്ഥയും അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ ഗീത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. 1.98 മീറ്റർ നീളവും 90 സെന്റിമീറ്റർ വീതിയും 8 മില്ലിമീറ്റർ കനവുമുള്ള പ്ലൈവുഡിൽ തീർത്തതുമായ മിനിമം സ്പെസിഫിക്കേഷനിൽ കൂടുതൽ ഗുണമേന്മയുള്ളതും 4250 രൂപ യൂണിറ്റ് തുകയുമുള്ള കട്ടിലാണ് വിതരണം ചെയ്തത്. നടപ്പ് സാമ്പത്തിക വർഷം തിരഞ്ഞെടുക്കപ്പെട്ട 61 ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ വിതരണം നടത്തുന്നത്. പട്ടികജാതി വികസന ഫണ്ട് 2,62,550 രൂപയും തനത് ഫണ്ട് 2,800 രൂപയും ഉൾപ്പെടെ ആകെ 2,65,350 രൂപ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു, വാർഡ് മെമ്പർമാരായ സനീഷ്, കമലാശി, ധന്യ PB, ധന്യ V, ശ്രീദേവി, ഗ്രീഷ്മ, വിനിത, വിജിത തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ രാത്രികാലങ്ങളിൽ പരിശോധന ശക്തമാക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രാത്രികാല പരിശോധനകൾ കർശനമാക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പരിശോധന നടത്തി സ്ഥിതിഗതികൾ അറിയിക്കുന്നതിനായി ആഴ്ചതോറും യോഗം ചേരണം. ഇതിനു പുറമെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ക്വാഡുകൾ എത്ര കേസുകൾ നടപടിയെടുക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ശുപാർശ ചെയ്തു, അതിനെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ച നടപടികൾ തുടങ്ങിയവ ജില്ലാ ശുചിത്വ മിഷൻ അറിയിക്കണം. ജില്ലാ കളക്ടറുടെ ചേംബറിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ജില്ലാതല സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇന്റേണൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ മാലിന്യം പൊതുയിടങ്ങളിൽ തള്ളുന്നവരെ കണ്ടെത്തുന്നതിനായി CCTV ക്യാമറകൾ സ്ഥാപിക്കൽ തുടങ്ങി പ്രൊജക്ടുകളുടെയും നിലവിലുള്ള സ്ഥിതി അറിയിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. വ്യവസായ മേഖലയായ പുതുശ്ശേരിയിൽ മാലിന്യം തള്ളുന്നത് വർദ്ധിച്ചിട്ടുണ്ടെന്നും പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേക യോഗം വിളിക്കണമെന്നും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. NSS, SBC, NCC എന്നിവയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സ്നേഹാരാമം, ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ എന്നിവ വേഗത്തിലാക്കണമെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ വ്യക്തമാക്കി. യോഗത്തിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ TJ അഭിജിത്ത്, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ P സൈതലവി, തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ KP വേലായുധൻ, ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മികവാർന്ന ശുചിത്വ പ്രവർത്തനങ്ങളുമായി മങ്കര ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായും ഈ മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ മങ്കരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ
വർഷം തന്നെ സമ്പൂർണ്ണ ODF പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വീടുകളിലും ശുചിമുറി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ശുചിത്വവുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ഹരിത കർമ്മസേനയ്ക്ക് നമ്മൾ യൂണിഫോം അതുപോലെ തന്നെ തൊഴിലുപകരണങ്ങൾ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ അത് കൃത്യമായ അളവിൽ എടുക്കുന്നതിന് വേണ്ടി എല്ലാ വാർഡുകളിലും വേയിങ് മെഷീൻ നമ്മൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മങ്കര ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിൽ തന്നെ 2 പുതിയ ശൗചാലയങ്ങളാണ് നാഷണൽ ഹൈവേയുടെ ഓരത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അവ ഫംഗ്ഷൻ ചെയ്യുന്നതിനുള്ള പരിപാടികൾ ഉടനടി നടപ്പിലാക്കുകയാണ്. കുടുംബശ്രീകളെ ഏൽപ്പിച്ചുകൊണ്ട് അവർക്കൊരു വരുമാന മാർഗമാകുന്നതിനുള്ള സംവിധാനം, കോഫി ഷോപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കി മുന്നോട്ട് പോകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ മങ്കര ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. 2 ടേക്ക് ബ്രേക്കുകൾ, അതേപോലെ എല്ലാ വീടുകളിലും ശുചിമുറി ഉറപ്പാക്കുന്നതിനായിട്ട് കഴിഞ്ഞ വർഷം പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ വർഷവും നമ്മൾ വേണ്ടവർക്കായിട്ട് ശുചിമുറികൾ വളരെ ജീർണിച്ച അവസ്ഥയിലുള്ളവർക്കും ഇനി നേരെയാക്കാനും പുതിയതായിട്ട് കെട്ടാനും പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതേപോലെ ഞാറക്കോട്ടുകാവിൻ്റെ അവിടെ ഒരു കമ്മ്യൂണിറ്റി സാനിറ്ററി കോംപ്ലക്സ് പണിതിട്ടുണ്ട്. അതേപോലെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഹൈവേയിൽ തന്നെ 2 ടേക്ക് ബ്രേക്കാണ് പുതിയതായിട്ട് നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും വളരെ നല്ല രീതിയിലാണ് മങ്കരയിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തികൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. എങ്കിലും ചില പോരായ്മകൾ നിലവിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് ബോധവൽക്കരണത്തിലൂടെ ബാക്കിയുള്ളവരിൽ നിന്നുകൂടി ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാവും. ഒപ്പം തന്നെ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം വളരെ സ്വാഗതാർഹമാണ്. ഈ ടോയ്ലറ്റ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പദ്ധതി ബ്ലോക്ക് തലങ്ങളിൽ ആവിഷ്കരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ഇവിടെയുള്ള ജലപരിശോധനയിലൊക്കെ തന്നെ ഇത് കോളിഫോം ബാക്ടീരിയയുടെ അംശം ഇവിടെ കാണുന്നുണ്ട്. അതിന് ഒരു പരിധി വരെ പരിഹാരമാകും എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പയറിംഗ് ആവശ്യമായി വരുന്നവർക്ക് ഈ വർഷവും നമ്മൾ തുക നീക്കി വെച്ചിട്ടുണ്ട്. കോറയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോറയുടെയും വിവേകാനന്ദ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെയും ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവേകാനന്ദ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിലുള്ള ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിൽ വെച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ബോധവൽക്കരണ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഒറ്റപ്പാലം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ സർക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീജേഷ് നിർവഹിച്ചു. കുട്ടികൾക്ക് ക്ലാസ്സുകൾ എല്ലാ സ്കൂളുകളിലും ലഹരിവിരുദ്ധ ക്ലബ്ബുകളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും ഇതുപോലുള്ള ക്ലാസ്സുകൾ നടത്തി വരുമ്പോൾ ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത് രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള രക്ഷിതാക്കളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ എടുക്കണമെന്ന്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ റെസിഡൻസ് അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ ആ ഒരു പ്രവർത്തനം നിർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതിലാണ്. ഞാൻ പട്ടാമ്പിയിലൊക്കെ പങ്കെടുത്ത എനിക്ക് തോന്നുന്നൊരു 80% സ്ത്രീകളായിരുന്നു, അതായത് അവരുടെ അമ്മമാരാണ്. അവർക്ക് സത്യത്തിൽ കുട്ടികൾക്ക് എടുക്കുന്ന ക്ലാസ് എന്നതിനെ പറയുമ്പോൾ കുട്ടികൾ ഇതൊക്കെ കേട്ട് ബോറടിച്ചിരിക്കുകയാണ്. അവർക്ക് ഇതൊന്നും താല്പര്യമില്ല, അത് ഉപയോഗിക്കുന്ന ആ ഒരു അവസ്ഥയില്ല. അപ്പം നമ്മുടെ കുട്ടികളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥയിൽ അമ്മമാരാണ് കൂടുതൽ, അല്ലെങ്കിൽ അച്ഛന്മാരും അവർക്ക് പങ്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം കൂടുതൽ കുട്ടികളുമായിട്ടുള്ള അടുപ്പമുള്ള അവരുമായിട്ട് കൂടുതൽ അവരുമായിട്ട് കൂടുതൽ എന്താണ് അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന അമ്മമാരുടെ രീതിയിൽ ഇപ്പോഴുള്ള റെസിഡൻസ് അസോസിയേഷൻ പരിപാടികളിലേക്ക് കൂടുതലായി അവരെ പങ്കെടുപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവരെ വരേണ്ടതായിരുന്നു ഒരു അഭിപ്രായമുണ്ട്. നമ്മൾ ഇനിയുള്ള കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കൂൾ തലത്തിലുള്ള ക്ലാസ്സുകൾ പോലെ നേരത്തെ ഹൈസ്കൂൾ തലത്തിലേക്ക് ഇപ്പോൾ അതിന് താഴെ LP തലത്തിൽ UP തലത്തിൽ വരെ ക്ലാസ്സുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം കുട്ടികൾക്ക് അറിയാം, കുട്ടികളുടെ കൊറോണ ഒരു 2 വർഷക്കാലം മൊബൈൽ ഫോൺ വഴി ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർ വേറെ തലത്തിലേക്ക് എത്തി. അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് ഒന്നും അവരിൽ നിന്ന് മറച്ചു വെക്കേണ്ട ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ ഇതിനും അറിവില്ലാതെ എല്ലാം അവരുടെ കയ്യിലേക്ക് സുലഭമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇൻസ്റ്റാഗ്രാം പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ തുടങ്ങിയിട്ട് അതുവഴി ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ ഫോളോവേഴ്സായിട്ട് കിട്ടുന്നുണ്ട്. അവർ വഴി ഇങ്ങനെ ഇതിൻ്റെ ഒരു ലോകത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലാതെ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്നുള്ള രീതിയിൽ പോലീസോ എക്സൈസോ മാത്രം വിചാരിച്ചുകൊണ്ട് മാത്രം ഇപ്പോഴുള്ള ഒരു മാഫിയയുടെ രൂപത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ ലഹരി മാഫിയയെ പൂർണ്ണമായിട്ട് അവർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. വിവേകാനന്ദ റോഡ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി വേണുഗോപാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോറ പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു.
കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രിവന്റീവ് ഓഫീസർ ബഷീർ കുട്ടി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഒറ്റപ്പാലം ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിലെ സീനിയർ അധ്യാപകൻ രാജേഷ് മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ ആതിര നാരായണൻ, ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ അംബിക, ഭാരതപ്പുഴ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി വാസുദേവൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭയിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഓരോ നൂതന ആശയം കണ്ടെത്തുകയും പദ്ധതികൾ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ആശയം എന്ന വിഷയത്തിൽ ഒറ്റപ്പാലം നഗരസഭയിൽ ശില്പശാല സംഘടിപ്പിച്ചത്. പ്രാദേശിക ആവശ്യങ്ങൾ കണ്ടെത്തി പരിഹാരത്തിനായി പദ്ധതികൾ രൂപീകരിക്കലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലുമാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രൂപ ഉണ്ണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ്, നഗരസഭാ സെക്രട്ടറി പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. കിലയിലെ ഫാക്കൽറ്റിമാരായ രാംകുമാർ, ചെറിയാൻ, രാധാകൃഷ്ണൻ, പ്രദീപ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും ജില്ലാതല ജൈവ വൈവിധ്യ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ 2ാം ഭാഗം തയ്യാറാക്കുന്നതിനായി ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റികൾക്കുള്ള ജില്ലാതല ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജൈവ വൈവിധ്യ ബോർഡ് അംഗം KV ഗോവിന്ദൻ, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് റിസർച്ച് ഓഫീസർ ഡോക്ടർ K ശ്രീധരൻ എന്നിവർ വിഷയാവതരണം നടത്തി. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാതല ജൈവ വൈവിധ്യ കോർഡിനേഷൻ കമ്മിറ്റി ചെയർപേഴ്സണുമായ K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ജൈവ വൈവിധ്യ ബോർഡ് അംഗം KV ഗോവിന്ദൻ അധ്യക്ഷനായി. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ്, സംസ്ഥാന ജൈവ വൈവിധ്യ ഓഫീസർ ഡോക്ടർ K ശ്രീധരൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസറും ജില്ലാതല ജൈവ വൈവിധ്യ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറുമായ NK ശ്രീലത, വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K രാധിക, പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ V സിനിമോൾ, തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, റിസോഴ്സ് പേഴ്സൺമാർ, ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി 100ഓളം പേർ പങ്കെടുത്തു. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജൈവവൈവിധ്യവും നാട്ടറിവുകളും രേഖപ്പെടുത്തി വയ്ക്കുന്ന രേഖയാണ് ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ. ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കി കാലാനുസൃതമായി പുതുക്കി സൂക്ഷിക്കേണ്ടത് ആ പ്രദേശത്തെ ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെ കർത്തവ്യമാണ്. 2ാം ഭാഗം തയ്യാറാക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും അനുസൃതമായ സംരക്ഷണ പദ്ധതികൾ, സുസ്ഥിര വികസന പദ്ധതികൾ, നിലവിൽ നേരിടുന്ന വെല്ലുവിളികൾ, പരിഹാരങ്ങൾ എന്നിവയ്ക്ക് രൂപം നൽകാനും നടപ്പിലാക്കാനും സാധിക്കും. മുസ്ലിം ലീഗ് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചു. പനമണ്ണ നൂർമഹൽ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഹൈദരലി ശിഹാബ് തങ്ങൾ നഗറിലാണ് സമ്മേളനം നടന്നത്. സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KA അസീസ് നിർവഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു.
പി ഉണ്ണിൻകുട്ടി, ഇബ്രാഹിം മേനക്കം, എ മുഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന വനിതാ സമ്മേളനം വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ നഫീസ ഉദ്ഘാടനം ചെയ്തു. MSF ഹരിത സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ലബീബ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സുലൈഖ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനവും വിദ്യാർത്ഥി യുവജന സംഗമവും നടന്നു. നിഗൂഢതകൾ നിറഞ്ഞ് പാലക്കാടിന്റെ പ്രാചീന ചരിത്രം. പാലക്കാടിന്റെ പ്രാചീന ചരിത്രം നിഗൂഢതകൾ നിറഞ്ഞതാണ്. മലബാർ മാനുവലിന്റെ രചയിതാവായ വില്യം ലോഗന്റെ അഭിപ്രായത്തിൽ കാഞ്ചിയിലെ പല്ലവ രാജവംശം AD 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ മലബാർ ആക്രമിച്ചിരിക്കാം. ഇന്നത്തെ പാലക്കാടായിരിക്കാവുന്ന പാലക്കാട് എന്ന സ്ഥലമായിരുന്നു അവരുടെ ആസ്ഥാനങ്ങളിലൊന്ന്. പുരാതന ദക്ഷിണേന്ത്യൻ ഭരണാധികാരികളിൽ പലരും മലബാർ ആക്രമിച്ചിരുന്നു. നൂറ്റാണ്ടുകളോളം പെരുമാളുകൾ ഭരിച്ചു. അവരുടെ കീഴിൽ തങ്ങളുടെ പ്രദേശങ്ങളിൽ അധികാരം കൈയാളുന്ന ചില ശക്തരായ ഉടയവർ ഉണ്ടായിരുന്നു. പെരുമാളുകളുടെ ഭരണത്തിനു ശേഷം രാജ്യം ഈ പ്രമാണിമാർക്കിടയിൽ വിഭജിക്കപ്പെട്ടു. വള്ളുവ കൊനാതിരി, വെങ്ങുന്നാട് ഭരണാധികാരികൾ, പാലക്കാട് ശേഖരിവർമ്മ രാജാക്കന്മാർ എന്നിവരായിരുന്നു പെരുമാളുകൾക്ക് ശേഷം ഈ പ്രദേശത്തെ പ്രധാന ഭരണാധികാരികൾ. കോഴിക്കോട് സാമൂതിരി പാലക്കാട് ആക്രമിച്ചപ്പോൾ പാലക്കാട് രാജാവ് മൈസൂരിലെ ഹൈദരാലിയുടെ സഹായം തേടി. ഹൈദരാലിയുടെ സഹായം സാമൂതിരിയെ പിന്മാറാൻ നിർബന്ധിതനാക്കി. പിൻവാങ്ങിയതിൽ പിന്നീട് സാമൂതിരിയുടെ കൈവശമുണ്ടായിരുന്ന പാലക്കാട്ടുള്ള എല്ലാ പ്രദേശങ്ങളും ഹൈദരാലി കീഴടക്കി. അങ്ങനെ പാൽഘാട്ട് രാജാവിന്റെ മുഴുവൻ കൈവശമുള്ള പ്രദേശം മൈസൂർ ഭരണാധികാരികളായ ഹൈദരാലിയുടെയും മകൻ ടിപ്പുവിന്റെയും കൈകളിലേക്ക് കടന്നു. ടിപ്പുവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള യുദ്ധം 1872 ഉടമ്പടിയോടെ അവസാനിക്കുകയും മലബാറിലെ ടിപ്പുവിന്റെ എല്ലാ സ്വത്തുക്കളും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ക്രമേണ ഇവ മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ ജില്ലയുടെ ഭാഗമായി. പാലക്കാട്, പെരിന്തൽമണ്ണ, പൊന്നാനി, ഒറ്റപ്പാലം, ആലത്തൂർ, ചിറ്റൂർ എന്നീ താലൂക്കുകൾ ഉൾപ്പെടുത്തി 1957 ജനുവരി 1-നാണ് നിലവിലെ പാലക്കാട് ജില്ല രൂപീകൃതമായത്. 1969 ജൂൺ 16-ന് മലപ്പുറം ജില്ല രൂപീകൃതമായപ്പോൾ തൃത്താല ഫിർക്ക ഒഴികെയുള്ള പൊന്നാനി താലൂക്കും മങ്കട ഫിർക്കയും പെരിന്തൽമണ്ണ ഫിർക്കയും ഉൾപ്പെടുന്ന വടക്കേക്കാട്, പുന്നയൂർ, പുന്നീർകുളം, പെരിന്തൽമണ്ണ എന്നീ വില്ലേജുകളും കർക്കിടാംകുന്ന്, ചെത്തല്ലൂർ അംശങ്ങളും മലപ്പുറം ജില്ലയിലേക്ക് മാറ്റി. പഴയ പെരിന്തൽമണ്ണ താലൂക്കിലെ 19 വില്ലേജുകൾ കൂട്ടിച്ചേർത്ത് മണ്ണാർക്കാട് എന്ന പുതിയ താലൂക്ക് രൂപീകരിച്ചു. ഒറ്റപ്പാലം താലൂക്കിനൊപ്പം തൃത്താല ഫിർക്ക നിലനിർത്തിയപ്പോൾ വടക്കേക്കാട്, പുന്നയൂർ, പുന്നയൂർകുളം വില്ലേജുകൾ തൃശൂർ ജില്ലയിലേക്ക് കൊണ്ടുവന്നു. തിരൂർ താലൂക്കിലെ പരുതൂർ വില്ലേജ് ഒറ്റപ്പാലം താലൂക്കിൽ ചേർത്തു. പിന്നീട് മലപ്പുറം ജില്ലയിലെ കരവാരക്കുണ്ട് ഗ്രാമത്തിൽ ചില ഭാഗങ്ങൾ പാലക്കാടിനോട് ചേർത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.